നിങ്ങൾ എന്ത് ചെയ്താലും എന്തോ വെറൈറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. പെയിന്റ് പണിക്കാരുണ്ടത്, അത് പെയിന്റ് പണിക്കാരണ്ട വെറൈറ്റി സാധനം. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇട്ട് പറഞ്ഞാൽ പറയും ഞാൻ ഈ പെയിന്റ് പണിക്കാരല്ലെന്ന് പറയും. അപമാനം കൊണ്ട് സാധനം കിട്ടുന്ന സാധനം ഉണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റുഡിയോയിലുണ്ട്. നമ്മുടെ ഉള്ളതെല്ലാവരും അച്ഛനെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട കളക്ഷനൊക്കെ കൊള്ളാല്ലേ? സ്കാനൊക്കെ ഒക്കെ നോക്കിയേ, അങ്ങനെ തന്നെ നടക്കുമോ? യെസ് നടക്കും. ഇവിടെ മൊത്തം ചോക്ലേറ്റ് ഉള്ളതാണ്. ഗാനം എന്തോ കണ്ട് കാക്കി വെറൈറ്റി കാക്കി തണവത്ര ഊട്ടിയിലൊക്കെ ഇവിടെ അഴുക്കാണ്. വീട്ടിൽ പോയിട്ട് സോപ്പിട്ട് കണ്ടുവരും, എത്ര ഉള്ളൂ. പിന്നെ പണ്ടത്തെ ബുൾബുളിനൊക്കെ പോയി ഇവിടെ ഇവിടെ സാധനം സാധനം കേടാ വീട്ടിലെ സാധനം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. എങ്ങനെയുണ്ട്? സിമ്പിൾ റേറ്റ്. അതെ, ഇതിനുള്ളിൽ കയറിയപ്പോൾ കണ്ണ് മഞ്ഞളിച്ച്. നീ അതൊക്കെ നോക്കിയിട്ട് വരട്ടെ ഗൈസ്. കഞ്ഞ മഞ്ഞളിച്ച് ഉദ്ദേശിച്ചപ്പോ വേറെ വിചാരിച്ചിട്ട് തെറ്റിദ്ധരിക്കരുത്. പിള്ളേരുടെ പർച്ചേസിങ്ങിലാണ്, ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുക. അഞ്ചോട്ടെ ഭാര്യ എടുത്തോണ്ടിരിക്കുന്നു. കടച്ചുണ്ട് ഓരൊക്കെ ഇതിട്ടിട്ട് നമ്മളെ ഇറങ്ങി കഴിഞ്ഞാല് നമ്മുടെ കൂട്ടുകാരൻ്റെ പേര് വേറൊരുത്തരോട് ഉണ്ടാവും. ഒപ്പം അതും പ്രശ്നമാണ്. ചെറിയ പ്രശ്നം. കാരണം ചേട്ടോടെ ജോഡിയാക്കിയിട്ട് ഇട്ടുള്ള കളറുകളൊക്കെ നാരഞ്ഞാണല്ലോ. എവിടെയെങ്കിലൊക്കെ പോയി ഇതേ സാധനം ഇട്ടിട്ട് ആരെങ്കിലൊക്കെ വരും. വെറൈറ്റി പിടിക്കാൻ പറ്റില്ല. വെറൈറ്റി പിടിക്കാൻ പറ്റില്ല. പിന്നെ എന്തായാലും നോക്കാം. ഇതാണ് വെറൈറ്റി. ഇതിങ്ങനെ ചുരുണ്ട് വരത്ര കുറച്ചിട്ടേ ചെയ്ത് പൊളിക്കും. വേറെന്തിനും വെക്കണ്ടേ വരും. യെസ് ഗൈസ്, ആർക്കില്ല സാധനം ആശ കണ്ടുപിടിച്ചു. ആശ ഇതിലെന്തോ കണ്ടു. ഓ മൈ ഗാഡ്, അതിന്റെ ഇടയിൽ ആരോ ജെറ്റ് വിട്ടു. എവിടെ പോയാലുണ്ട് ഇപ്പൊ ഗവൺമെന്റില്ലേ വെറൈറ്റി പിടിക്കാൻ പറ്റില്ല. ഞാൻ നോക്കില്ലടാ, ഇവിടെ ഒന്നും വെറൈറ്റി ഇല്ല. ഒക്കെ ഒരു 5 10 വെച്ചിട്ടുണ്ട് ഓരോ. അത് പ്രശ്നം. കാരണം നമ്മുടെ നാട് തൃപ്പേറായോണ്ടേ ഇവിടെ ഉള്ളവരൊക്കെ മൊത്തം സെയിം സാധനങ്ങളാണ്. അത് നമുക്ക് വെറൈറ്റി പിടിക്കാൻ പറ്റില്ല അല്ലേ? ട്രൈ ചെയ്യാം. അതിന് ഡിസ്കൗണ്ട് പറഞ്ഞാ വിട്ടു. സണ്ണക്കുണ്ട് സണ്ണക്ക്. ഓഫർ ഉണ്ടോ? പക്ഷേ 200 കുഴപ്പമില്ല. 200 റുപ്പീസ്.
വേറെ കളർ പിടിക്കും. ഇതിനെ തപ്പല്ലേ, ഇതൊക്കെ തപ്പിയതാ. ഈ തപ്പിയുടെ തപ്പല്ലേ? എന്താണോ തപ്പാന്നോ? ഹലോ ഗൈസ്, അപ്പം നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റുഡിയോയിലാണ് തൃപ്പയാറ്. അതിന് എനിക്ക് ചോദിക്കാനുള്ളത് മാസ്ക് കാണാൻ പറ്റില്ല. മാസ്ക് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞ കുഴപ്പമില്ല. ആരാധകർ ശല്യകാരനായിട്ടുള്ളത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് തൂത്തുവാരിയിട്ട് പോകാൻ പറഞ്ഞ. പക്ഷെ ഇവിടെ നിന്നിപ്പോ തൂത്ത് വാരിണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോ ആരുടെ തൂത്ത് വരും. 50 പേരുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ സീന. ഇവിടെ തിരിച്ചടിച്ച് CCTV നിങ്ങൾ എന്ത് ചെയ്താലും വെറൈറ്റി സാധനം എന്തോ വെറൈറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. പെയിന്റ് പണിക്കാരണ്ടത്, അത് പെയിന്റ് പണിക്കാരണ്ട. വെറൈറ്റി സാധനം നോക്കിയേ. ഇതാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇട്ട് പറഞ്ഞാൽ പറയും ഞാൻ നീ പെയിന്റ് പണിക്കാരല്ലെന്ന് പറയും. അപമാനം കൊണ്ട് സാധനം കിട്ടില്ല. സാധനം ഉണ്ട പിള്ളേരൊക്കെ ഉണ്ട്. 4 പെയിന്റ് അടിക്കുമ്പോൾ വിടാം. 950 പെയിന്റ് അടിച്ചിട്ടു അച്ഛനും ഭാരപ്പെടും. ഒരു തുള്ളി പെയിന്റ് പോലും മേത്താവില്ല. ഇതിട്ട് നെച്ചിക്കുട്ടി പഠിച്ച് പോവുകയും ചെയ്യാം, പെയിന്റ് അടിക്കുകയും ചെയ്യാം, അതുപോലെ തിരിച്ച് വീട്ടിൽ വരെ ചെയ്യാം. എത്ര മണിക്കാരുണ്ട്? എല്ലാവർക്കും ഉള്ള നാലോടെ ഉണ്ട്. ഡ്രസ് കൊടുത്ത് നാളെ തൊട്ട് പെയിന്റ് ഡ്രസ് കോഡ്. റേറ്റ് പറയാൻ പറ്റില്ല. അപ്പോഴും സാധനം ഉണ്ട് കിണക്കം. അതുണ്ട്, നല്ല തുണിയല്ലേ ഇതിൻ്റെ ചാക്കമാര് സാധനം. എന്തായി ഇത് അപ്പോഴോട് തന്നെ കളിച്ചോണ്ടിരിക്കല്ലേ ഇത്. ഇതിട്ട് ആൾക്കാർ നിതീഷ് ഖാൻ മതി കൈയൊക്കെ കടം കെട്ടി ഇപ്പോഴും വെറുതെ ചെയ്യിക്കൊണ്ടിരിക്കേ. വെറൈറ്റി ഇട്ടാ കണ്ട വല്ല കള്ള പരിപാടിയാ. അപ്പൊ തോറ്റിട്ടിരിക്കാണ്. എക്സൽ ഇതിലൊന്നുണ്ടാ വേറെ രക്ഷയില്ല. എയർ ഫ്രഷ്നർ മുഖം നടക്കണേ, മുഖത്താവണ മതി. യെസ് യെസ്. ലൂസ് ഉണ്ടല്ലോ. പണി Voilà, bon. Yes.
യെസ് ഗൈസ്, സഞ്ജുവിന് ഇത് കണ്ട് കണ്ണ് തള്ളിപ്പോയിരിക്കാണ് ഗൈസ്. എന്താ രാജ? ഇഷ്ടപ്പെട്ടു.